ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും മാങ്ങ അച്ചാറാണെന്ന്. എന്നാൽ ഞാനിത് മാങ്ങ വെച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്. അച്ചാർ ഇഷ്ടമുള്ള ആളുകൾക്ക് മാങ്ങയൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല രുചിയുള്ള, നല്ല പുളിയോടുകൂടിയ രുചിയുള്ള അച്ചാർ തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് പച്ച നിറത്തിലുള്ള ആപ്പിളാണ്. പച്ച നിറത്തിൽ മാത്രമല്ല, ചുവന്ന നിറത്തിലുള്ള ആപ്പിളും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. എങ്കിലും കുറച്ചുകൂടി ടേസ്റ്റ് പച്ച നിറത്തിലുള്ള ആപ്പിളാണ്. അത് നന്നായി കഴുകി അതിൻ്റെ വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് തുടച്ച് കളഞ്ഞ ശേഷം തൊലിയോടുകൂടി ഇതേ രീതിയിൽ അരിഞ്ഞെടുക്കുക. ഇനി ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും ഉലുവയൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ കറിവേപ്പില, വറ്റൽമുളക്, വെളുത്തുള്ളി. വറ്റൽമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വെളുത്തുള്ളി നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് നേരം ഇട്ട് മൂപ്പിച്ച് ഇതിൻ്റെ കളറ് മാറേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ എല്ലാം ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാകും. അതിലുള്ള ഒരു വെള്ളം കണ്ടൻ്റ് ഉണ്ടല്ലോ, അതൊന്നും മാറി കിട്ടണം. അത്രയേ ഉള്ളൂ. ഒരുപാട് മൂത്ത് വരേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന, സാധാരണ അച്ചാറിടുന്ന ചിലർ കടുകെണ്ണ ഉപയോഗിക്കാറുണ്ട്, എള്ളെണ്ണ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏത് എണ്ണ വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി പൊടിയായിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ചേർക്കുന്നത് മുളക് പൊടിയാണ്. അത് ഞാൻ 3 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 3 ടീസ്പൂണിൽ തന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ നമ്മുടെ സാദാ മുളക് പൊടിയും, അതായത് എരിയുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മൊത്തം കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ അല്ലാത്ത പൊടിയോ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഫ്ലെയിം ഇപ്പോൾ വളരെ കുറച്ച് വെച്ചിരിക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിൽ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ അളവിലുള്ള കായം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക്. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം പിന്നീട് ഇനി ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പച്ച ആപ്പിൾ ആയതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം ഒരു പുളിയുണ്ട്. ഇനി ബാക്കിയുള്ള പുളിക്ക് നമുക്ക് വിനീഗർ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പച്ച ആപ്പിൾ ആയതുകൊണ്ട് ഇതിനൊരു ചെറിയ പുളിയുണ്ട്. അപ്പോൾ ഒരു മാങ്ങയുടെ എഫക്റ്റ് തന്നെയാണ് നമുക്കിതിന് കിട്ടുന്നത്. ഇനി നിങ്ങൾ ചുവന്ന ആപ്പിളാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പം വിനീഗർ കുറച്ചുകൂടി കൂടുതൽ 6-8 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഉപയോഗിക്കുന്ന ആപ്പിളിൻ്റെ പുളി, മധുരം എന്നതിനനുസരിച്ചായിരിക്കും ഈ വിനീഗർ ചേർത്ത് കൊടുക്കുന്നതിൽ വ്യത്യാസം വരുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും മാങ്ങ അച്ചാർ പോലെ തന്നെ ടേസ്റ്റുള്ള അച്ചാറാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. 2 ആപ്പിൾ വെച്ചിട്ടാണ് ഇത്രയും അച്ചാർ ഞാൻ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഇത് ട്രൈ ചെയ്ത് നോക്കാനും മറക്കാതെ ഇരിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.